ഹലോ നമസ്കാരം. എനിക്കെന്നെ അറിയാം. കൺമണിയാണ്. ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ 3.5 മാസം കഴിഞ്ഞു. എന്റെ ചാനലൊക്കെ ഒരുവിധം നിങ്ങൾ ഭംഗിയായിട്ട് എന്നെ എന്താ പറയാ എന്റെ ചാനലുകൾ എന്റെ പ്രോഗ്രാം എല്ലാം നിങ്ങൾ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ ചാനൽ പോകുന്നുണ്ട്. എന്റെ കൊച്ചു എന്റെ കാര്യങ്ങളും എന്റെ കുറച്ച് ടൈലറിങ്ങിന്റെ വീഡിയോയും ഞാൻ മിക്സ് ആണ് കേട്ടോ. എല്ലാം കൂടി ചേർത്താണ് ഇടുന്നത്, അല്ലാതെ ടൈലറിങ്ങിന്റെ മാത്രമായിട്ടല്ല, എല്ലാം കൂടി ചേർത്ത് എന്റെ പാടത്തിന്റെ കാര്യം, എന്റെ കൃഷിയുടെ കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടെ ചേർത്ത്, എനിക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കൂടെ ചേർത്താണ് ഞാൻ ഇടുന്നത്. അപ്പൊ അതെല്ലാം കൂടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് എനിക്ക് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നവരോട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ബാക്കിയുള്ളവരോടും ഒരു അപേക്ഷയുണ്ട്, എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് കാണുന്ന എന്നെ മാത്രമേ നിങ്ങൾക്ക് അറിയാവൂ അല്ലേ, എന്റെ ഓർമ്മയിലുള്ള കുറച്ച് കുട്ടിക്കാലം, എന്റെ ഒരു കുറച്ച് കുട്ടിക്കാലം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്, ഞാനൊരു കൊച്ചു വീട്ടിൽ, അതായത് ഒരു കൊച്ചു ഓലപ്പുരയില്, ആ വീടൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഫോട്ടോയോ എന്തെങ്കിലും ഇട്ട് തന്നെ. ആ വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയി കേട്ടോ. ഒരുപാട് വർഷമായില്ലേ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ആ വീടിന്റെ ഒരു ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെ. എന്റെ വീടെന്ന് പറഞ്ഞ ഒരു കൊച്ചു കുട്ടി വീടാണ്. ആ വീട്ടിൽ ഞങ്ങള് 3 ആണും ഞാനൊരു പെണ്ണും എന്റെ അച്ഛനും അമ്മയാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. കാരണം കുറച്ച് ഇങ്ങനെ ഓലപ്പുരയാണ്, ഒരു കിണറുണ്ട്, ഒരു ചെറിയ പിന്നെ ബാത്റൂം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പണ്ടൊന്നും വീട്ടിനോട് ചേർന്ന് ബാത്റൂം വയ്ക്കത്തില്ല. നമ്മളെ വെളിയിലോട്ട് ഒരു ബാത്റൂം എന്ന് പറയാൻ പണ്ട് നമ്മൾ കക്കൂസ് എന്ന് പറയാറില്ലല്ലേ, അതങ്ങനെ ഒരു സാധനം ഉണ്ട്. അതൊരു ഓലയൊക്കെ വെച്ച് ഷെഡാക്കി ഒരു ക്ലോസറ്റ് ഒക്കെ വെച്ച് ഒരു കുഴിയൊക്കെ കുത്തി, അതാണ് സാധനം. അപ്പൊ നമ്മൾ അവിടെയാണ് പോണത്. രാത്രിയൊക്കെ നമ്മൾ ഇങ്ങനെ ചൂട്ടും കൊളുത്തി മണ്ണെണ്ണ വിളക്കും കൊണ്ടൊക്കെയാണ് പോണത് രാത്രിയൊക്കെ ആവശ്യം വന്നാല്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു കൊച്ചു വീട്ടിലാണ് ഞങ്ങൾ താമസം. ഞങ്ങളുടെ വീടെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നിത്യവൃത്തിക്ക് ഒരു വഴിയില്ലാത്ത ഒരു വീടായിരുന്നു എന്റെ അമ്മ ഞങ്ങള് താമസിച്ചിരുന്ന വീട്. കാരണം എന്ന് വെച്ചാല് അച്ഛന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛൻ ഇങ്ങനെ ഒരുപാട് അധ്വാനിക്കാനൊന്നും പറ്റാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഇതില്ല കേട്ടോ, ഒരു പാവമായിരുന്നു, ഒരു വലിയ ഇതില്ലാത്ത ഒരുപാട് നമ്മളെ പോലെയുള്ള ജീവിക്കാനുള്ള കഴിവുകളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു പാവ മനുഷ്യനായിരുന്നു. ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത, അതിപ്പോ അറിയത്തക്കവർക്ക് അറിയാം, എന്റെ അച്ഛനെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ല. കാരണം അച്ഛൻ ഇന്ന് വരെ ആരോടും ഒരു വഴക്കുണ്ടാക്കിയോ ഒരു ബഹളം ഉണ്ടാക്കിയോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നോ ആരും പറയാറില്ല. കാരണം അച്ഛൻ ഒരു പാവമായിരുന്നു. അച്ഛനൊരു കടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളിങ്ങനെ ആ വീട്ടിലാണ് താമസം. പക്ഷെ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഓണം വരുമ്പോഴാണ് കേട്ടോ. ഓണം വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ല ഭക്ഷണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഓണം വരുമ്പോൾ ഒരു പായസം വെക്കും. പായസം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അരിപ്പായസം, അല്ലെങ്കിൽ പയറ് പായസം, അല്ലെങ്കിൽ പരിപ്പ് അടപ്പായസം. അന്നത്തെ പാൽപ്പായസം ഒന്നും ഇല്ല കേട്ടോ. പാൽപ്പായസം ഒക്കെ കണ്ടിട്ട് പോലുമില്ല ഞങ്ങൾ കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങള് ഓണമൊക്കെ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു കൂട്ടണം അവിടെയാണ്. പക്ഷെ ഓണം വരുമ്പോൾ ഞങ്ങൾ എന്ന് വെച്ചാൽ ഓണത്തിനൊക്കെ ഞങ്ങൾ അവിടെ കളിക്കാനൊക്കെ കുറെ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഈ ഒരു വയലിന്റെ ഒരു ഭാഗത്ത് നമ്മൾ കളിക്കാൻ വേണ്ടി, ഈ കതിര് അറുത്ത് കഴിഞ്ഞാൽ പിന്നെ വയൽ പാടം ഒഴിഞ്ഞു കിടക്കും. അപ്പൊ അവിടെയാണ് നമ്മളെ കളിയായിരുന്നു. അപ്പൊ അവര് വീണ്ടും കതിരൊക്കെ നടുമ്പോ പിന്നെ നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയായിരുന്നു കളി. അപ്പൊ ഓണം വരുമ്പോൾ ഞങ്ങൾ ഊഞ്ഞാലാടാനും കളിക്കാനും ഒക്കെ ഓണം വരുമ്പോൾ കളിച്ചിട്ടൊക്കെ വരുമ്പോൾ അമ്മ 12 മണി എന്ന് അടിക്കുമ്പോൾ ഇല ഇട്ട് വിളമ്പി ചോറാക്കിയിരിക്കും. കാരണം എന്താണോ ഉള്ളത് അത് ചോറാക്കിയിരിക്കും. അന്ന് റേഷ്യ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. പക്ഷെ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തിരുവോണം വരുമ്പോ, തിരുവോണത്തിന്റെ അന്ന് ഞങ്ങൾക്ക് ഒരു പുതിയ ഡ്രസ്സ് കിട്ടും. അതെങ്ങനെയാണെന്ന് അറിയോ? ഞാനാണല്ലോ വീട്ടിൽ പെൺകുട്ടിയുള്ളത്, എനിക്കാണ് കൂടുതലും കിട്ടുന്നത് കേട്ടോ. ഒരു പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കേൾവി പോലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾ ഇടുന്ന ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് റേഷൻ തുണി കിട്ടും. പണ്ട് പാവങ്ങൾക്ക് റേഷൻ കാർഡ് കൊണ്ടു കൊടുക്കും. റേഷൻ തുണി കിട്ടും. അന്ന് തുച്ഛ പൈസ, അതായത് കുട്ടി പൈസ എന്തായാലും ചെറിയ പൈസ എന്താ കൊടുക്കുമ്പോൾ റേഷൻ തുണി കിട്ടും നമുക്ക്. റേഷൻ തുണി എന്ന് പറഞ്ഞാല് പക്ഷെ പറഞ്ഞാൽ നമ്മളെ ചാക്ക് പോലെ ഇരിക്കും കേട്ടോ. പടയെന്നിരിക്കും. എടുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വിടർന്ന് നിൽക്കും. നമ്മൾ ആ സ്റ്റിപ്പ് നെറ്റ് വെച്ച് അടിച്ചതുപോലെയാണ് അന്ന് ഡ്രസ്സ് ഇടുന്നത്. കാരണം അത്രയ്ക്ക് കട്ടിയാണ്. കട്ടിയെന്ന് വെച്ചാൽ പശ ഒരു നനപ്പ് നനയ്ക്കുമ്പോൾ ബ്ലിമ്മലെല്ലാം പോയി. പിന്നെ അതിന്റെ കളറും കാണത്തില്ല, പശയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അങ്ങനത്തെ തുണി റേഷൻ കടയിൽ നിന്ന് റേഷൻ കടയിൽ നിന്നല്ല, ഒരു റേഷൻ തുണി ഒരു കാർഡ് കൊണ്ടു കൊടുക്കുമ്പോൾ ഈ സൊസൈറ്റിയുടെ താഴെ ഒരു കടയുണ്ട്. അവിടെ നിന്ന് നമ്മൾ അടുക്കി വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം. കളർ എന്ന് വെച്ചാൽ അടിപൊളി കളറാണ്, സേഫ്റ്റി കളറല്ലേ, അതാണ് കിളിപ്പച്ച, പിന്നെ ഓറഞ്ച്, റെഡ് ഓറഞ്ച് കൂടെ ചേർന്നത്, പിന്നെ വലിയ വട്ടം പുള്ളിയൊക്കെ ഉള്ള തുണിയാണ്. അതാണ് എനിക്ക് പാവാടയും ബ്ലൗസും തയ്ച്ചു തരുന്നത്. പക്ഷെ ഓണത്തിന് രാവിലെ അമ്മ എടുത്ത് കൈ തരും കുളിച്ചിട്ട് വരുമ്പോ ഇതെടുത്ത് ഇട്ടുകൊണ്ടാണ് ഈ കളിക്കാൻ പോണത്. അവിടെ കളിക്കാൻ പോകുന്നതിൽ
ഏറ്റവും നല്ല ഡ്രസ്സ് ഞങ്ങളുടേതായിരിക്കും കേട്ടോ. കാരണം റേഷൻ തുണിയിൽ അവിടെ ഇരുന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ മാത്രം, എനിക്ക് മാത്രമേ ഈ റേഷൻ തുണിയിൽ അവർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം ആൺകുട്ടിയൊക്കൊന്നും വാങ്ങിക്കത്തില്ല, അവർക്കൊന്നും ഡ്രസ്സൊന്നും കാണത്തില്ല. ചിലപ്പോൾ ഒരു നിക്കറ ഉടുപ്പൊക്കെ തയ്ച്ച് കൊടുക്കുമായിരിക്കും. പക്ഷെ എനിക്കതത്ര ഓർമ്മയില്ല കേട്ടോ. അവർക്കൊന്നും അങ്ങനെ ഒന്നും കളയും. എനിക്കൊരു ഓണക്കോടി കിട്ടും, അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഈ ഓണക്കോടി അന്ന് കിട്ടുമ്പോൾ എടുത്ത് ഞങ്ങളിങ്ങനെ മണപ്പിച്ചു നോക്കും. അപ്പൊ ഒരു ഈ പുതിയ തുണിക്ക് ഒരു മണം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന്. ഈ പുതിയ തുണി ഇങ്ങനെ മണപ്പിച്ചു നോക്കും. അത് അമ്മ എന്തെന്ന് പറയാ, ഈ പുതിയ തുണി വാങ്ങിച്ചിട്ട് ഇത് തയ്ച്ചിട്ട് മടക്കി വെക്കും. അമ്മയുടെ ഒരു പണ്ടത്തെ ചിന്തകളാണ്. ഇതിനെ മടക്കി ഒരു ദിവസം പെട്ടിയിൽ വെച്ചിട്ടേ നമുക്ക് തരത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അസുഖം വരുമെന്നാണ് പറഞ്ഞത്. കാരണം എന്റെ മൂത്തയാളും എന്റെ നേരെ ഇളയാളും രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ട് കുട്ടിയില്, ഗർഭിണിയായിരുന്നപ്പ. അപ്പൊ അവരുടെയൊക്കെ എന്തോ ഉപദ്രവങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അമ്മ മടക്കി ഒരു പെട്ടിയിൽ വെച്ചിട്ട് അത് കുറെ കഴിഞ്ഞാണ് എനിക്ക് എടുത്തിരുന്നത്. കാരണം ഇത് അവർക്ക് വെച്ച് കൊടുക്കുന്നതെന്നാണ് അമ്മ പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ എനിക്ക് എടുത്ത് തരുള്ളൂ ഇടാൻ. എന്നിട്ടിട്ടുണ്ട് ഞങ്ങൾ കളിക്കാൻ പോയിട്ട് വരുമ്പോൾ 12 മണിയാകുമ്പോൾ ചോറ് തരും. ചോറെന്ന് വെച്ചാൽ മിക്കവാറും റേഷേരി ആയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് തിരുവോണത്തിന്റെ അന്ന് മാത്രം കുറച്ച് ചമ്പാവരി ഇട്ട്, നമ്മൾ ഒരു നേരം ഉച്ചയ്ക്ക് കുറച്ച് ചമ്പാവരി ഇട്ട് ചോറ് വെച്ചിട്ട് ഉള്ള കറിയൊക്കെ കൂട്ടി ഒരു 2-3 ഐറ്റം കറി കാണും. പക്ഷെ ഭയങ്കര രസമാണ് അന്നത്തെ. അച്ചാറൊക്കെ എന്ന് പറയുമ്പോൾ മാങ്ങ, ഇഞ്ചി, നാരങ്ങ, അങ്ങനെ ഒരു 3-4 അച്ചാറ് കാണും. ഇല നിറയെ കറിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഓണം വരും. ഓണത്തിന് ഞങ്ങൾ ഇതെല്ലാം കഴിച്ചിട്ടിരിക്കുമ്പോൾ ഇതെല്ലാം കഴിച്ച് അതിന്റെ പിറ്റേന്ന് ഒരു ഓണം മാത്രമേ നമുക്ക് കാണുള്ളൂ കേട്ടോ. പിറ്റേ ഓണം ഒന്നും ആഘോഷിക്കാൻ പറ്റത്തില്ല. ഒരു ഓണത്തിന് പായസം വെക്കും. പിന്നെ നമ്മൾ ഏതോ ഒരു 4ാമത്തെ ഓണം ശ്രീനാരായണ, ഞങ്ങൾ ഈഴവാസാണ്, അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ അന്ന് ഒരു പായസം വെപ്പുണ്ട്. അത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പായസം വെക്കും. അന്ന് ചെറിയൊരു സദ്യ നടത്തും. അപ്പൊ ഈ 2 ദിവസം മാത്രമേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ശ്രീനാരായണ ഗുരുവിന്റെ സദ്യ ശരിക്കും അന്നത്തെ ദിവസം, അതായത് ചതയ ദിനത്തിന്റെ അന്ന് മിക്കവാറും ഞങ്ങൾ വിതിരയിലായിരിക്കും, കുഞ്ഞമ്മയുടെ വീട്ടിൽ, അമ്മയുടെ അനിയത്തി. അപ്പൊ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഓണം അവധിയൊക്കെ വരുമ്പോൾ ആര്യനാട് കുഞ്ഞമ്മേരെ വീട്ടിൽ ചെന്ന് വിതിരയിലെ കുഞ്ഞമ്മേരെ മക്കളൊക്കെ കൂടെ ആര്യനാട് വരും. ആര്യനാട് വന്നിട്ട് ആര്യനായിട്ടുള്ള പിള്ളേരും കൂടെ നമ്മളെ വീട്ടിൽ വരും. ഇത് പറയാറില്ലേ, വന്ന വെള്ളം നിന്ന വെള്ളത്തിനെ കൂടെ കൊണ്ടുപോയെന്ന്. അതുപോലെ വിതിരക്കാർ വന്ന് ആര്യനാട്ട പിള്ളേരെ കൂടെ എടുക്കും. അവിടെ ഒരു 3-4 വീടുണ്ട്, 5-6 കുറെ പിള്ളേർ കാണും. ഒരു ബറ്റാലിയൻ കാണും കേട്ടോ. എല്ലാം കൂടെ എണ്ണി പറക്കി നോക്കിയാൽ ഒരു 10-25 എണ്ണം കാണില്ല കൂടെ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ആര്യനാട് വന്നിട്ട് അവിടുത്തെ കുറെ 2-3 കുഞ്ഞന്മാരെ മക്കള്, ഒരു മാമന്റെ മക്കള് എല്ലാം കൂടെ അവിടെ നിന്ന് നമ്മള് കണ്ണമ്പള്ളി ഞങ്ങളുടെ വീട്ടിൽ വരും. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ കൂടെ എടുത്തുകൊണ്ട് ഉറിയാക്കോട്ട് മാമന്റെ വീട്ടിൽ പോകും. മാമന്റെ വീട്ടിൽ ചെന്ന് അവിടുത്തെ പിള്ളേരെ എടുത്തുകൊണ്ട് നേരെ നമ്മൾ വീണ്ടും വിതിരയ്ക്ക് പോകും. വിതിരയിൽ ചെന്നാണ് ലാസ്റ്റ് നമ്മൾ അടിച്ചുപൊളി നടത്തുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോ ഈ മക്കൾക്കെല്ലാം തിന്നാനായിട്ട് കുഞ്ഞമ്മ ഒരുക്കി കാത്തിരിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് തരാനായിട്ട്. അമ്മയുടെ അനിയത്തി ഞങ്ങൾ നല്ല ഭക്ഷണം. അന്ന് കുഞ്ഞമ്മയൊക്കെ അന്നേ കൊച്ചിച്ചന് നല്ല കക്ക ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊച്ചിച്ചൻ നല്ല ഇത്തിരി അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം കുഞ്ഞമ്മയ്ക്ക് അധികം അല്ലല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന കുഞ്ഞമ്മേരെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കുഞ്ഞമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും സദ്യ ഒരുക്കി കാത്തിരിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇലയിട്ട് നിറയെ വിളമ്പി നമുക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ ഞങ്ങൾ അവധി ദിവസങ്ങളെല്ലാം ചെലവഴിക്കുന്നത് വിതിരയിലാണ് കേട്ടോ. അന്ന് അവരെ വീടൊരു ചെറിയ വീടായിരുന്നു. കാരണം ഇന്ന് അവർക്ക് ദേവിയോട് വലിയ വീടുണ്ട്, പിന്നെ അണ്ണന് വേറെ വീടുണ്ട്, മക്കൾക്കെല്ലാം വേറെ വേറെ വലിയ വലിയ വീടായി. പക്ഷെ അന്ന് ഈ കക്കാപ്പുരയോട് ചേർന്ന്, അതായത് കൊച്ചിച്ചന് കക്കാ ബിസിനസ് ആണ്, കക്കാപ്പുരയോട് ചേർന്ന് ഒരു മുറി, ഒരു അടുക്കള, ഒരു വരാന്ത, അങ്ങനെയുള്ള ഒരു ചെറിയ വീടുണ്ട്. എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. അതിന്റെ നടയില് അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു കിണറുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലാണ് ഒരു ചായ്പ് പോലെ ഇറക്കിയിട്ട് അവിടെ ഒരു കക്കാ ബിസിനസ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും കൊച്ചിച്ചന് നല്ല പൈസയാണ്, നല്ല ബിസിനസ് ആണ്. അപ്പം ഈ കക്ക ഇറക്കിക്കൊണ്ടിരുന്ന മുതലാളിയുടെ മോളെയാണ് ഈ കൊച്ചിച്ചന്റെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതായത് എന്റെ അണ്ണൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊച്ചിച്ചന്റെ കക്ക ഇറക്കിക്കൊണ്ടിരുന്ന കൊല്ലത്തുള്ള രാജേന്ദ്ര മാമൻ എന്ന് പറയും. പണ്ട് ഞങ്ങൾ രാജേന്ദ്ര അണ്ണ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്, പിന്നീട് മാമനായി. അപ്പൊ മാമന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ നമ്മുടെ കുഞ്ഞമ്മയുടെ മോൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ അവര് തമ്മിൽ റിലേറ്റീവ് ആണ്. അന്ന് അവര് തമ്മിൽ അച്ഛനും കൂടെ ചേർന്ന് പറഞ്ഞു വെച്ചതാണ്. കൊച്ചുനാൾ മുതൽ പറഞ്ഞു വെച്ചിരുന്നതാണ്. അവര് തന്നെ കല്യാണം കഴിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ അവിടെ ചെല്ലുമ്പോൾ, പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കത്തൊന്നുമില്ല കേട്ടോ. കൊച്ചിച്ചൻ വെറുതെ ഇരിക്കത്തില്ല. നമ്മുടെ കക്ക ബിസിനസിന് വേണ്ട കക്ക നീറ്റുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കക്ക വാരിക്കൊണ്ടിടണം, അതിൽ വെള്ളം കോരി ഒഴിക്കണം. അങ്ങനെ ഈ കിരട്ടിൽ നിന്ന് ഈ വെള്ളം എല്ലാം വലിപ്പിക്കുന്നത് ഞങ്ങളെ കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇന്നാണെങ്കിൽ ബാലവേലയ്ക്ക് കൊച്ചിച്ചൻ ജയിലിൽ കിടന്നേനെ. പക്ഷെ അന്ന് ബാലവേലയൊന്നും പ്രശ്നമൊന്നുമല്ല, ആരെ വിട്ടുവാണെങ്കിൽ ജോലി ചെയ്യാം. പക്ഷെ കൊച്ചിച്ചൻ നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പലഹാരത്തിന്റെ അയ്യര് കളിയാണ്. കാരണം എന്ന് വെച്ചാൽ പലഹാരം അപ്പുറത്ത് കടയിലുള്ള പഴക്കേക്ക്, വാഴയ്ക്കപ്പം, അത് ഇത് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോണ്ടിടും. അതുപോലെ തന്നെ കുഞ്ഞമ്മയുടെ കൊച്ചിച്ചൻ പറയും, പിള്ളേർക്ക് എന്ത് ആവശ്യമുണ്ടോ വാങ്ങിച്ചിട്ട് വെച്ച് കൊടുക്കാൻ എല്ലാം വാങ്ങിച്ചോണ്ട് തരും. മീനൊക്കെ വലിയ ചൂരയൊക്കെ വാങ്ങിച്ചോണ്ട് തരും കൊച്ചിച്ചൻ. അങ്ങനെ ഞങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു തരും, ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരും. ഇന്ന് കൊച്ചിച്ചൻ ജീവിച്ചിരിപ്പില്ല കേട്ടോ. അപ്പൊ കൊച്ചൻ മരിച്ചിട്ട് 27 വർഷം കഴിഞ്ഞു. അപ്പൊ കൊച്ചിച്ചൻ 26 വർഷമായി കൊച്ചിച്ചൻ മരിച്ചിട്ട്. അപ്പം
നമ്മളിങ്ങനെ അത് കൊച്ചിച്ചുണ്ടാകുന്ന സമയത്ത് കുഞ്ഞമ്മയും കൊച്ചനും ഒക്കെ ഉള്ളപ്പോൾ അവിടെ ചെന്നാണ് ഞങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലും കൊതിയുണ്ടെങ്കിൽ കുഞ്ഞമ്മയൊക്കെ മക്കളെ നിങ്ങൾക്ക് എന്ത് തിന്നാനാണ് കൊതിയെന്ന്, ഇന്നും ആ കുഞ്ഞമ്മ വലിയ കാര്യമാണ് കേട്ടോ. എന്ത് തിന്നാനാണ് കൊതിയത്, നമ്മൾ എന്താണോ ഇഷ്ടമുള്ളത് പറഞ്ഞ കുഞ്ഞമ്മ അപ്പോഴും ഉണ്ടാക്കി തരും. അതാണ് അവിടുത്തെ കണക്ക്. കാരണം കൊച്ചിച്ചനും പറയും പിള്ളേർക്ക് ആവശ്യമുള്ള ഉണ്ടായിക്കൂടാന്ന് പറയും. ഞങ്ങൾ അവധിയുള്ള ദിവസമൊക്കെ കുഞ്ഞമ്മേരെ വീട്ടിൽ ചെന്നാണ് ചെലവഴിക്കുന്നത്. അതെന്ന് വെച്ചാൽ അവിടെയാണ് ശരിക്കും ഞങ്ങള് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും നമ്മുടെ സന്തോഷമൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. നമ്മളെ വീട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ, അവർക്ക് എല്ലാം ഉണ്ട്, അപ്പൊ നമുക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട് ഉള്ളില്. കാരണം നമുക്കൊന്നും ഒരു കളിപ്പാട്ട കളിക്കാൻ കളിപ്പാട്ട ഇല്ല, ഒരു കിടക്കാൻ കട്ടിലില്ല, നല്ല ഡ്രസ്സില്ല, അതുപോലെ നല്ല ഭക്ഷണം ഇല്ല, അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോ ഇതെല്ലാം അങ്ങ് മറക്കും. അപ്പൊ കുഞ്ഞമ്മ ഇതെല്ലാം നമുക്ക് വെച്ചിട്ട് നമ്മൾ വയറ് നിറച്ചു കൂട്ടും. എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അതെല്ലാം കുഞ്ഞമ്മ ഉണ്ടാക്കി തരും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓണത്തിന് അവരവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവരങ്ങ് പോകും. അപ്പൊ എല്ലാ വർഷവും ഓണം ഇത് തന്നെയാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളെ വന്ന് അവര് തന്നെയാണ് കുളിപ്പിച്ച് ഒരുക്കി കൊണ്ടുപോണതൊക്കെ അവര് തന്നെ. അപ്പൊ ഇങ്ങനെ ഞങ്ങളെ കുട്ടിക്കാലം ഇങ്ങനെയാണ്. അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ അച്ഛനൊരു ചെറിയ കട ഉണ്ടായിരുന്നു, ഉറിയാക്കോടാണ്. അപ്പൊ അച്ഛന്റെ കടയിൽ ഞാൻ ചോറും കൊണ്ട് എന്നെയാണ് ചോറ് തന്നു വിടുന്നത്. കുറെ നടക്കണം കേട്ടോ, കുറെ നടന്ന് ചോറും കൊണ്ട് ചെന്നപ്പോ അച്ഛൻ ചോറ് കഴിക്കുന്ന സമയം അത്ര എനിക്ക് കളിക്കാൻ കിട്ടും. അപ്പൊ അതിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു CSI പള്ളിയുണ്ട്. ഈ പള്ളിയിലെ പടിക്കെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പളനി പടിക്കെട്ട് കയറും പോലെയാണ്. അപ്പൊ അവിടെ നല്ല രസമാണ് ഈ പടിക്കെട്ട് കയറി കളിക്കാൻ. ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ അച്ഛൻ ചോറ് കഴിക്കുന്ന നേരം അത്ര ഈ പടിയിൽ അങ്ങറ്റം വരെ കയറും താഴെ ഇറങ്ങും, അങ്ങറ്റം വരെ കയറും താഴെ ഇറങ്ങും. എന്നിട്ട് പള്ളിയിൽ ഒരു ചുറ്റും, അന്ന് പള്ളിയൊക്കെ അടച്ചേക്കും, പക്ഷെ അതിന്റെ ഒരു ചുറ്റും ഞാൻ കറങ്ങി നടന്ന് കാണും. നല്ല ചെടികളും പോയിരുന്ന് കളിക്കാനൊക്കെ ആ ചെടിയുടെ കൊമ്പിലൊക്കെ ഞാൻ പിടിച്ച് ഞാൻ ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യും. അന്നൊന്നും നമുക്ക് ആരും ഉപദ്രവമൊന്നും പേടിക്കണ്ട കേട്ടോ. അന്നൊക്കെ നമുക്ക് പെൺകുട്ടികളെയൊന്നും ആരും ഉപദ്രവിക്കത്തില്ല. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയൊക്കെ അവിടെ കയറി പോയാൽ പിന്നെ എവിടെയെങ്കിലും ചെന്ന് വല്ല ആറ്റിലോ കടലിലോ എവിടെയെങ്കിലും കുഴിച്ചിട്ടതോ ഒക്കെ തപ്പിയെടുക്കണം. പക്ഷെ അന്ന് അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. ഞാനൊക്കെ ആ പള്ളിയുടെ മുകളിൽ കയറി കളിക്കാനൊക്കെ പോയിട്ട് ചിലപ്പോൾ മണിക്കൂറുകളൊക്കെ കഴിഞ്ഞാണ് താഴെ ഇറങ്ങി വരണം. അവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കണം, ആരും കാണത്തില്ല. ഞാൻ ഒറ്റയ്ക്ക്, അങ്ങോട്ടും ആരൊന്നുമില്ല. ഒരു കുറെ മരിച്ചിനിയൊക്കെ നട്ടിട്ട് കുറെ മരിച്ചൊരു പ്രദേശമാണ്. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് മഴ വന്ന് വെള്ളപ്പൊക്കം വന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ താഴെയുള്ള 2 വീടൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. ഈ അലക്ക് കമ്പനിയൊക്കെ നടത്തുന്ന ഒരു വീടും വേറൊരു വീട് ഒലിച്ചു പോയത്. അവരിപ്പോഴും അവിടെ തന്നെ വേറൊരു വലിയ വീട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ അലക്ക് കമ്പനിക്കാരെ പിന്നെ കണ്ടിട്ടേ ഇല്ല. അവരെ ഒലിച്ചു വെള്ളമൊന്നും കൊണ്ടുപോയിട്ടില്ല, വീടെല്ലാം ഒലിച്ചു കൊണ്ടുപോയി. അവര് പിന്നെ ഇവിടെ നിന്നൊക്കെ സ്ഥലം മാറി അങ്ങ് പോയി വിറ്റിട്ടൊക്കെ. പക്ഷെ ആ വെള്ളം കയറിയ സമയത്ത് ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചു കേട്ടോ. കാരണം ഇന്നത്തെ കാലത്താണെങ്കിൽ വെള്ളം കയറുമ്പോൾ ഹെലികോപ്റ്റർ വഴിയെങ്കിലും നമുക്ക് ഭക്ഷണം ഇറക്കി തരാം. അന്ന് ഞങ്ങളുടെ വീട് കുന്നുംപുറത്താണ്. ഞങ്ങളുടെ വീട് കുറെ പടിക്കെട്ട് കയറിയാണ് ഈ വീട്ടിൽ പോകാനുള്ളത്. ആ പടിക്കെട്ടിൽ നിന്ന് ഒരു ദിവസം ഞാനിങ്ങനെ അമ്മ താഴെ, അതിന്റെ താഴെ ഞങ്ങൾ വണ്ടി പോകുന്ന ഒരു റോഡ് ഇപ്പം കാണുന്ന ആ റോഡെന്ന് പറഞ്ഞാൽ അന്ന് തോടായിരുന്നു. തോടെന്ന് പറഞ്ഞാൽ ചാനൽ പോലെ ഒരു തോട്. മഴ വരുമ്പോൾ നിറയെ വെള്ളം പോകും. അപ്പൊ ആ മഴ കഴിയുമ്പോൾ നല്ല വെള്ളമാണ് കുളിക്കാനൊക്കെ. ഞങ്ങൾ കുളിക്കാനൊക്കെ ആ തോട്ടിലാണ് പോകണം. അപ്പൊ അമ്മ തുണിയൊക്കെ വാരി കെട്ടിക്കൊണ്ട് താഴെയിട്ട് നനച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ പടിക്കെട്ടിന്റെ മുകളിൽ നിന്ന് അമ്മയുടെ കാര്യം പറഞ്ഞ് കളിച്ചോണ്ടിരുന്നു. ഞാൻ ഉരുണ്ട് 23 പടിയോ 24 പടിയോ അങ്ങാണ്ട 25 പടിയോ അങ്ങാണ്ട ഉണ്ടായിരുന്നു തോന്നണം അന്ന് പറഞ്ഞേക്കാം. പടിയെന്ന് പറഞ്ഞാൽ ഈ കല്ല് കെട്ടി മണ്ണൊക്കെ പയച്ചു വെച്ചുള്ള പടിയാ. മഴ പെയ്യുമ്പോൾ മണ്ണല്ല ഒഴിച്ചു പോകും, പിന്നെ മൊട്ടം കല്ല് മാത്രമേ ബാക്കിയാണുള്ളൂ. ഈ 24 പടിയിൽ ഞാൻ ഉരുണ്ട് ഏകദേശം 3-4 പടിക്ക് മുകളിൽ വെച്ച് എന്റെ ഒരു ബന്ധു തന്നെ, എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ബിജുവിന്റെ അമ്മയുടെ അച്ഛൻ ഇങ്ങനെ നടന്നു വന്നപ്പോ ഉരുണ്ട് വീണ്ടാണ്ട് അമ്മ നിന്ന് വായും പൊളിച്ച് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഈ മാമ ഓടി വന്ന് എന്നെ പിടിച്ചപ്പോഴത്തേക്ക് ഏകദേശം ഞാൻ എത്തി. എന്റെ ദേഹമൊക്കെ മുറിഞ്ഞ് എന്റെ തലയൊക്കെ പൊട്ടി ഞാൻ വിളിച്ച് നെരുക്കി. പിന്നെ അമ്മ വീട്ടിൽ കൊണ്ടുവന്നെന്തോ, അന്ന് ആശുപത്രിയിലൊന്നും കൊണ്ടുപോകല്ല, ഹോസ്പിറ്റലിലൊന്നും പോകാനൊന്നും പറ്റത്തില്ല, അവിടെ നിന്നൊക്കെ പോകാനും പറ്റില്ല. അത്രയും ദുർഘടമായ ഒരു വഴി സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പച്ചല എന്തൊക്കെ പിഴിഞ്ഞൊക്കെ ഒഴിച്ചു തന്ന് 2-3 ദിവസം എനിക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല. കാരണം എന്റെ ദേഹം മുഴുക്കം മുറിഞ്ഞു, ആ പടിക്കെട്ടെല്ലാം കൂടെ താഴെ വന്ന് വീണു. അപ്പൊ അമ്മ പറയും അന്ന് കിഷണ്ണൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവള് ചത്തുപോയേനെന്ന്. ഞാൻ പറയും അന്നങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നെന്ന്. കാരണം എന്തോരം ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചെന്നറിയാം ജീവിതത്തിൽ. അന്നങ്ങ് ചത്തുപോയെങ്കിൽ ഒന്നും അറിയണ്ടെന്ന് ഞാൻ എപ്പോഴും പറയും. എന്തിനെന്നാ മാമൻ രക്ഷിച്ച് എന്നങ്ങ് കൊന്ന് അന്നങ്ങ് വീണങ്ങ് മണ്ട പറഞ്ഞ് ചത്തുപോയാൽ മതിയായിരുന്നെന്ന് ഞാൻ എപ്പോഴും പറയും. അങ്ങനെ ഞങ്ങൾ ഈ 7 ദിവസം വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഈ വീടൊക്കെ കൊണ്ടുപോയി. പക്ഷെ വെള്ളം കെട്ടി നിന്ന് എന്താണെന്നറിയാമോ, കണ്ണമ്പള്ളി ജംഗ്ഷനിൽ ഒരു പാലമുണ്ട്. ഈ പാലത്തിന്റെ അടിയിൽ കൂടെയാണ് വെള്ളം പോകുന്നത് മൊത്തം. അപ്പൊ ഈ പാലത്തിന്റെ അടിയിൽ ഈ സാധനങ്ങളൊക്കെ, വെള്ളം ഒലിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ കൂടെ വീഴുന്നു. ഈ പാലത്തിന്റെ അടിവശം അങ്ങ് അടഞ്ഞപ്പോ ഈ വെള്ളത്തിന് അങ്ങോട്ട് പോകാൻ പറ്റാതെ ഈ വെള്ളം ഒഴുകി പോകുന്നത് അരുവിക്കരാറ്റിലാണ് ചെന്ന് ഇറങ്ങുന്നത്. അവിടെ ഇങ്ങനെ ഒരു വലിയ കനാല് പോലത്തെ ഒരു തോടുണ്ട്. ആ തോടിലാണ് അണ കെട്ടി പണ്ടൊക്കെ നമ്മൾ ബലിയിടാനൊക്കെ വീട്ടിലുള്ളവരൊക്കെ പോകുന്നത്. അപ്പം
ഈ വെള്ളം ഒഴുകി പോകാൻ പറ്റാത്തത് കൊണ്ട് അവിടെ കെട്ടി നിന്ന് ഈ വെള്ളം ഞങ്ങളുടെ ആ തെങ്ങും കട്ടയ്ക്കാല് വയലൊക്കെ കെട്ടി നിറഞ്ഞു നിന്നു. അപ്പൊ നമുക്കൊരു 7 ദിവസം വരെ ഞങ്ങൾക്ക് ആ കുന്നിന്റെ മുകളിൽ ചാവിട്ട് ഇറങ്ങാനും പറ്റില്ല. ഞങ്ങളെ വീട്ടിൽ ഒന്നുമില്ലാതായി. അവസാനം പിന്നെ മരിച്ചിനിയൊക്കെ തോണ്ടി കൊണ്ടുവന്ന് നമ്മളെ വീട്ടിലെ വളയിലൊക്കെ നിന്ന് മരിച്ചിനി, കൂവക്കിഴങ്ങ്, അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ഉള്ളത് കൊണ്ടൊക്കെ ഞങ്ങള് ആവിച്ചൊക്കെ തിന്ന്, കാന്താരി മുളക്, അന്ന് പിന്നെ കുരുമുളക് വരെ നുള്ളിപ്പറക്കി ഞങ്ങൾ ഇങ്ങനെ ഇടിച്ച് ചമ്മന്തി ആക്കിയിട്ടുണ്ട് അമ്മ. അങ്ങനെയൊക്കെ ഒത്തിരി ഞങ്ങൾ 7 ദിവസം എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി. വിശപ്പിന് വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ കഴിച്ച് 7 ദിവസമൊന്നുമല്ല, ഒരു 1.5 ആഴ്ച വെള്ളം കെട്ടിക്കിടന്ന് നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ഞങ്ങൾ വിചാരിച്ച് പട്ടിണി കിടന്ന് മരിച്ചു പോകുന്നു. കാരണം എങ്ങനെയൊക്കെയോ അങ്ങ് ചേമ്പിന്റെ ഇല ഉണ്ടല്ലോ, അന്ന് ഇന്ന് കൊറോണ വന്ന സമയം പോലെയായിരുന്നു. ഞാൻ എപ്പോഴും പറയും കൊറോണ വന്നത് അന്നത്തെ ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച അതുപോലെയായിരുന്നു. കാരണം അന്ന് ചേമ്പിന്റെ തട, അന്ന് എന്തൊക്കെയാ അമ്മ പിയണി ഉണ്ടല്ലോ, മത്തങ്ങ, അതിന്റെ ഇലയൊക്കെ നമുക്ക് പറിച്ച് വെറുതെ ഉപ്പും വീത്തി വേവിച്ചൊക്കെ ഞങ്ങൾ തിന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട സമയം. ഇന്നാണെങ്കിൽ നമ്മൾ എന്തെല്ലാം സഹായങ്ങൾ ഓരോരുത്തർക്ക് ചെയ്യില്ല. അന്ന് ഇതൊന്നുമില്ല. അന്ന് ഈ വെള്ളപ്പൊക്കമൊക്കെ വന്ന് നമ്മൾ അനുഭവിക്കാനല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇന്ന് പിന്നെ സഹായ ഹസ്തങ്ങൾ ഒരുപാട് വരുമല്ലോ. അതുകൊണ്ട് പിന്നെ എന്ത് നഷ്ടപ്പെട്ടാലും തിരിച്ചു പിടിക്കാനുണ്ട്. പക്ഷെ പകുതി ഗവൺമെന്റ്, നമ്മുടെ ഭരണ അധികാരികൾ തിന്നോണ്ട് പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരെ കൈകളിലൊന്നും എത്തത്തില്ല. കാരണം എന്ന് വെച്ചാല് പണ്ട് അങ്ങനെയൊന്നും അല്ല. പണ്ട് നമുക്ക് എന്തെങ്കിലും ആരും തരാനില്ല. പണ്ടൊക്കെ തന്നാൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ അന്ന് ആരും കൊടുക്കാനില്ല. എല്ലാവരും ഇതുപോലുള്ള ജീവിത സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ. പക്ഷെ എന്നാൽ ഇത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അന്നത്തെ കുട്ടിക്കാലമൊക്കെ ഓർക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. അതെന്തുകൊണ്ടെന്ന് അറിയില്ല. പക്ഷെ ദുരിതങ്ങളുടെ നടുവിലായിരുന്നെങ്കിൽ പോലും നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എന്റെ ആങ്ങളമാരെന്ന് വെച്ചാൽ 2 പേരും എന്റെ മൂത്ത ആൾക്കാരാ. അവരൊക്കെ 10ാം ക്ലാസ്, 2 പേരും 10ാം ക്ലാസ് തോറ്റവരാണ്. അപ്പം എന്റെ വീട്ടിൽ 10ാം ക്ലാസ് ജയിച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേ 3 പേരും ഫെയിലാണ്. അപ്പം 2 പേരും 10ാം ക്ലാസ് ഒക്കെ തോറ്റപ്പോ ഇവര് ജീവിത സാഹചര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ ജോലിക്ക് ഇറങ്ങി. മൂത്ത അണ്ണൻ ചായക്കട ജോലിക്ക് ഇറങ്ങി. 2ാമത്തെ അണ്ണൻ ബോംബെയിൽ ഒരു കമ്പനിയിലേക്ക്, ടയർ കടയിലേക്ക് എന്റെ അപ്പച്ചിയുടെ മോൻ കൊണ്ടുപോയി. അങ്ങനെ അണ്ണൻ മാസം തോറും ശമ്പളം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് പൈസ അയച്ചു തരും. എന്റെ വീട്ടിൽ ഒരുപാട് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള 2ാമത്തെ അണ്ണനാണ് കേട്ടോ. 2ാമത്തെ അണ്ണനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും എല്ലാ ചെലവുകളും ബാധ്യതകളൊക്കെ കൂടുതൽ എടുത്തിട്ടുള്ളത് 2ാമത്തെ അണ്ണനാണ്. പിന്നെ മൂത്തണ്ണൻ ചെലവും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പിന്നെ അണ്ണൻ ചെറുതിലെ കല്യാണം കഴിച്ചു. പിന്നെ മൂത്തണ്ണന് വലുതായിട്ടൊന്നും അങ്ങനെ ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. കാരണം അവർക്ക് ബാധ്യതകൾ വന്നപ്പോൾ മക്കളും കുട്ടിയൊക്കെ ആയപ്പോൾ അവരവരെ കാര്യം നോക്കി. അങ്ങനെ മോന്റെ ഇളയ ആങ്ങളയ്ക്ക് മാത്രം വലിയ ചെലവും ബാധ്യത ഒന്നും വന്നിട്ടില്ല. ചെറുതിലെ ഇതുപോലെ ആട്ടോ പഠിച്ചു, പിന്നെ കാറ് പഠിച്ചു, പിന്നെ ഹെവി എടുത്തു. ഇപ്പൊ KSRTC പെർമനന്റ് ഡ്രൈവറാണ്. 2 മക്കളാണ്. അങ്ങനെ ഞങ്ങള് അങ്ങനെ ഒരു കുട്ടിക്കാലം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ കഴിഞ്ഞു പോയി. ഇതിനിടയ്ക്ക് പഠിത്തമൊക്കെ എന്താണെന്ന് ഒരു പിടിയില്ല കേട്ടോ. പള്ളിക്കൂടം, സ്കൂളിലൊക്കെ പോകുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. കാരണം എന്നെ കുട്ടിയിലെ എന്റെ മൂത്ത അണ്ണനും ഇളയ അണ്ണനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞാനും കൂടെ കരഞ്ഞു വിളിച്ച് എന്റെ കുട്ടിയിലെ കൊണ്ടൊന്ന് ക്ലാസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് അവരെ കൂടെയൊക്കെ പോകും. അവിടെ ചെന്ന് കളിച്ച് പറക്കിയിട്ടൊക്കെ വരും. പഠിച്ച കാലമൊന്നും, ആ കുട്ടിക്കാലത്ത് പഠിച്ച കാര്യമൊന്നും വരുന്നത് പോലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉറിയാക്കോട് സ്കൂളിലാണ് പഠിച്ചത്. 7ാം ക്ലാസ് വരെ അവിടെയായിരുന്നു. പിന്നീടാണ് വെള്ളനാട് സ്കൂളിൽ വന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലം എനിക്ക് പണ്ട് ഉണ്ടായിരുന്നു. അങ്ങനത്തെ അതൊക്കെ സത്യം പറഞ്ഞാൽ വിചാരിക്കുമ്പോൾ ഇപ്പൊ ഭയങ്കര സങ്കടവും വരും, സന്തോഷവും വരും. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഓരോന്നെടുത്ത് കളയുകയും അവർക്ക് ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി മാനമില്ലാതെയൊക്കെ വരുമ്പോൾ ഞാനൊക്കെ ആലോചിക്കും, നമുക്കൊന്നും ഇതൊന്നും ഉണ്ടാക്കി തരാൻ ആരും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ ആ ബുദ്ധിമുട്ടൊന്നും നമ്മളെ മക്കൾക്ക് വരണ്ടായെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും. ഇന്നത്തെ അമ്മമാരും അച്ഛനും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ട് നമ്മളെ വീട്ടുകാർക്ക്, നമ്മളെ മക്കൾക്ക് വരണ്ടാന്ന് വിചാരിച്ചിട്ട് അവർക്ക് ആധുനിക സജ്ജീകരണങ്ങളെല്ലാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അവര് പഴയ കാലങ്ങൾ നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചെന്ന് പോലും അവർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർക്കുമായിരിക്കാം, ചിലപ്പോൾ ഓർക്കില്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പണ്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ എന്റെ കുട്ടിക്കാലത്ത് അമ്മ ഞങ്ങളുടെ വീട്ടിന്റെ അക്കരെ ഒരു കത്തിരി അമ്മ എന്ന് വിളിക്കും ഞങ്ങൾ. കാരണം അതിനെ അമ്മ എന്ന് വിളിക്കും, ഇതിനെ അമ്മ എന്ന് വിളിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ കുറെ കത്തിരിക്ക കാച്ചു കിടന്നത് കൊണ്ട് ആ വീട്ടിലെ ആ ചേച്ചി തന്നെ ഞങ്ങൾക്ക് ഒരു പേരിട്ടു, ഇത് കത്തിരി അമ്മ, അത് ചന്ദരി അമ്മ, അങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ കൂടുതലും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അമ്മ കൊണ്ട് ഇങ്ങനെയൊക്കെ നിർത്തും കേട്ടോ. ചിലപ്പോൾ പലയിടത്തുമൊക്കെ അവിടെ നിൽക്കത്തൊന്നുമില്ല, അവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് കൊടുക്കും. അവർ കഴിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ തരും. അതൊക്കെ കഴിച്ചിട്ടാണ്
വെച്ചിട്ടാണ് ഞങ്ങൾ ഇക്കരെ വരണത്. അങ്ങനെ അവിടെ പറങ്കിമാവൊക്കെ ഉണ്ട്. പറങ്കിമാവൊക്കെ നമ്മളെ കശുവണ്ടി അതൊക്കെ നമ്മൾ അവർ അടുത്തിടുമ്പോഴത്തേക്ക് നമ്മൾ നുള്ളി പറക്കി കൊടുക്കുമ്പം നമുക്ക് അങ്ങനെ ഭക്ഷണം തരും അവര്. അങ്ങനെയൊക്കെ തന്നെ അവര് ജോലി, അവര് പക്ഷെ നമ്മളായിട്ട് നല്ല ജോലി ചെയ്യിക്കും കേട്ടോ. നമുക്കൊന്നും ഒന്നും അറിയില്ല. ഇപ്പൊ വിചാരിക്കുമ്പോ സങ്കടം വരും. നല്ലോണം പണിയെടുപ്പിച്ചിട്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണം. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ബന്ധു വീട്ടിലൊക്കെ കുട്ടിക്കാലം മുതൽ, കുട്ടിയിലെന്ന് വെച്ചാൽ എനിക്കൊരു 4-5 വയസ്സൊക്കെ ഉള്ളപ്പം തൊട്ട് അമ്മയുടെ ബന്ധു വീട്ടിലൊക്കെ അമ്മ കൊണ്ട് നിർത്തിയിട്ടൊക്കെ ഉണ്ട് നമ്മളെയൊക്കെ, എന്നെയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഈ കൂവക്കുടി പാലത്തിന്റെ കരയിൽ ഒരു വീടുണ്ട്. എന്റെ അമ്മയുടെ വകയിലൊരു അനിയത്തിയാണ്. അവരെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോ ഈ പാലത്തിന്റെ അവിടെ നിന്നൊക്കെ ആൾക്കാർ ചാടിച്ച് അവിടെ രാത്രിയാകുമ്പോ പടോന്ന് സൗണ്ട് കേൾക്കും. അപ്പൊ ഞങ്ങൾക്ക് എന്ത് കുഞ്ഞമ്മ അത് സൗണ്ട് കേട്ടെന്ന് പറയുമ്പോ അതെന്തോ വീഴണത് മക്കളെ എന്ന് പറയും. അപ്പൊ പിറ്റേന്ന് 3-ന്റെ അന്ന് ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നേക്കാം, അവിടെ പൊങ്ങി കേട്ടാ, ഇവിടെ പൊങ്ങി കേട്ടാ, ജഡം പൊങ്ങണേണ്. പക്ഷെ അന്ന് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. പിന്നെ ആയി വന്നപ്പോ എനിക്ക് ചെറുതായിട്ടൊരു മനസ്സ് അറിയാം. പിന്നെ ഞാൻ ആ വീട്ടിൽ നിൽക്കാൻ പോലും, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ആ ആറ്റിലായിരുന്നു ഞങ്ങൾ കുളിക്കുന്നത്. പിന്നെ ഞാൻ ആറ്റി ഇറങ്ങി കുളിക്കൂല. വെള്ളം കോരി കിണറ്റിൽ വെച്ച് അവിടെ നിന്ന് കിണറ്റിന്റെ വെള്ളം കോരി നടയിൽ നിന്ന് കുളിക്കും. എനിക്ക് പിന്നെ ആറ്റിൽ ഇറങ്ങാൻ പേടി. പിന്നെ ഞാൻ അവിടെ നിൽക്കാൻ പോയിട്ടില്ല. അങ്ങനെയൊക്കെ ഒത്തിരി കുട്ടിക്കാലങ്ങളുണ്ടായിരുന്നു. എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എത്രത്തോളം അനുഭവിച്ചൊക്കെയാണ് നമ്മൾ ഓരോ ജീവിത ഘട്ടങ്ങൾ ഇങ്ങനെ മുന്നേറണമെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഇനി ഉണ്ടായ അങ്ങോട്ടുള്ള കാര്യങ്ങളും ഞാൻ ഇന്ന് ജീവിക്കുന്ന രീതിയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മനുഷ്യന് എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ടാവും ഇന്നത്തെ ഈ ജീവിതം നയിക്കാനാണ്. ഇന്ന് ഒരുപാട് കാശുകാരൊന്നുമല്ല കേട്ടോ, നമ്മൾ പാവങ്ങളാണ്. കാരണം എന്നാലും അന്നത്തെ അതും ഇന്നത്തെ ഇതും വെച്ച് നോക്കുമ്പോൾ രാവും പകലിന്റെ വ്യത്യാസമാണ്. എൻ്റെ ഈ കുട്ടിക്കാലങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ എന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ കുട്ടിക്കാലവും നമ്മൾ വന്ന വഴികളും. ഇത് കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച വേദനയാണ് കേട്ടോ. ഇതിനേക്കാളും വലിയ വേദന ഞാൻ എൻ്റെ ജീവിതത്തിലെ മിഡിൽ ഭാഗത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി വേദനകൾ. അതൊക്കെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ എന്ന് പറയുമ്പോൾ ഒരു മിക്സഡ് ആണ് കേട്ടോ, എല്ലാം കൂടെ ഉള്ളതാണ് കേട്ടോ. ഒന്നായിട്ട് ഞാൻ ടൈലറിങ്ങിന്റെ ക്ലാസ് മാത്രമായിട്ട് ഞാൻ കളയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം ഈ ടൈലറിങ് ചെയ്യുമ്പോൾ ഞാനൊരു ടൈലറിങ് ചെയ്ത് എങ്ങനെ എൻ്റെ വീട് പുലർത്തി എന്ന് അറിയാൻ നിങ്ങൾ എൻ്റെ ബാക്ക് അറിഞ്ഞിരുന്നില്ല മാത്രമേ, അതായത് എൻ്റെ പാസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ എൻ്റെ ഇപ്പോഴത്തെ പ്രസന്റ് എങ്ങനെ ഞാൻ ഈ ജോലിയിലൂടെ കൊണ്ടുവന്നെന്ന് നിങ്ങളെ അറിയിക്കാൻ പറ്റുള്ളൂ. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ആദ്യം മുതലുള്ള കുറെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വിട്ടിട്ടുണ്ട്. കുഞ്ഞു കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുള്ളതാണ് ഞാൻ എടുത്തിരുന്നത്. ഇനി അതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.